സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. മതി, മൈക്കിലൊന്ന് വായിക്കോ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. മതി. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ഇത് പറയുന്നത് നമ്മുടെ അരിമനാഥനായ യേശുവാണ്. സാഹചര്യമെന്ന് പറയുന്നത് യേശു ഭൂമിയിൽ നിന്നെടുക്കപ്പെടുവാൻ അധികം സമയം ശേഷിക്കാതെ, ആമേൻ, അതിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഗതസമന തോട്ടത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന സമയം തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു വാക്യമാണ്. യേശു പ്രാർത്ഥിക്കുകയാണ്, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഒരു വട്ടം യേശു അവരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട്, സഹോദരന്മാരെ, ഒരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? യേശുവോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഒരു പരീക്ഷ ദൈവമക്കളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് മുമ്പ് ഫസ്റ്റ് സംഭവിക്കുന്ന ഒരു ഘട്ടമാണ് പ്രാർത്ഥന കുറയും. വളരെ ശ്രദ്ധിച്ചോളണം. പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ച് യേശുവിൽ നിന്നുള്ള അകലം സൃഷ്ടിക്കും സാത്താൻ. എന്നിട്ടാണ് ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നത്. ഇതിനെ തിരിച്ചറിയുന്ന യേശു അന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം. എന്തിന്? പരീക്ഷ വരുന്നുണ്ട്, അതിൽ അകപ്പെട്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അവർക്കതിൻ്റെ ആഴം മനസ്സിലായില്ല. പക്ഷെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കതിൻ്റെ ആഴം മനസ്സിലാക്കാൻ തുടങ്ങി. യേശു അവരിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ കുറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ കുറയുമ്പോൾ സംഭവിക്കുന്നത് യേശു നമ്മളിൽ നിന്ന് അകലം ചെല്ലാൻ തുടങ്ങും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച പരമപ്രധാനമായൊരു സംഭവമാണ് യേശു അവരിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. മാറ്റപ്പെടുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എന്താണ് വരുന്ന പരീക്ഷ എന്നവർക്ക് മനസ്സിലായില്ല. ആ വന്ന പരീക്ഷ എന്ന് പറയുന്നത് യേശു അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ യേശു മാറ്റപ്പെടുന്നതിന് തൊട്ടു മുമ്പ്, യേശു അകലുന്നതിന് തൊട്ടു മുമ്പ് ദൈവജനത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് പ്രാർത്ഥന കുറയാൻ തുടങ്ങും. ഇതൊരു മർമ്മമാണ്. ബാക്കിയുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും, നമ്മുടെ തൊഴിൽ മേഖലകൾ, നമ്മുടേതായ ബിസിനസ് മേഖലകൾ, നമ്മുടേതായ പ്രവൃത്തി മേഖലകൾ, എല്ലാം നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. എന്തോ പിന്നാമ്പുറത്ത് വരാൻ പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഊർജ്ജസ്വലതയോടെ, ശക്തിയോടെ, ശ്രേഷ്ഠതയോടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപന്തിയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രാർത്ഥിക്കാൻ മാത്രം എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ സാധിക്കുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. പക്ഷേ കർത്താവുമായിട്ട് ബന്ധം പുലർത്താൻ പറ്റുന്നില്ല. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, യേശു അകലുകയാണ്. യേശുവിനെ വിട്ട് നാം അകലുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്തോത്രം. അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, അവരുറങ്ങി. യേശു വീണ്ടും വന്ന് അവരെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, പിന്നെയും പ്രാർത്ഥിക്കണം. അവർ വീണ്ടും എന്ത് ചെയ്തു? ഉറങ്ങി. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ശബ്ദം പലപ്പോഴായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലോ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു പരീക്ഷ വരുന്നുണ്ട്. ഞാൻ സ്തോത്രം, നീ എന്നോട് അടുക്കാത്തത് കൊണ്ട് എനിക്ക് നിന്നോട് അടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്തോത്രം, നീ എന്നിൽ നിന്ന് അകലുകയാണ്.
അതിൻ്റെ സിഗ്നലാണ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പരീക്ഷ നിന്റെ ജീവിതത്തിൽ നീ ഫേസ് ചെയ്യാൻ പോവുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ നീ എന്ത് ചെയ്തോളണം? ശക്തിപ്പെട്ടോളണം. പിന്നത്തേതിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, പെട്ടെന്ന് യേശു കൂടെ ഇരുന്നപ്പോൾ ഉണ്ടായ അവസ്ഥയൊന്നുമല്ല. പേടി, ഭയം. പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ദൈവജനം, ആമേൻ, സ്തോത്രം, പലപ്പോഴും ഭയം നമ്മളെ പിടികൂടാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ ഭയം പിടികൂടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, യേശുവിൽ നിന്ന് നാം അകലാൻ തുടങ്ങിയിരിക്കുന്നു. ഏറെക്കുറെ അകന്നു പോകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഭയം വരാൻ തുടങ്ങുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്ന ശിഷ്യന്മാരിൽ അടുത്ത സ്റ്റേജിൽ വന്നുപെട്ടത് ഭയമാണ്. ഒരു കൊച്ചു വിഷയം, നാളെ നടക്കേണ്ടതായ കാര്യത്തിൽ ഇന്നേ ചിന്തിച്ച, ഇന്നേ ഭാരപ്പെട്ട, ഇന്നേ ഭയപ്പെട്ട, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല, സമാധാനം നഷ്ടപ്പെടുന്നു. കാരണം ആമേൻ, സ്തോത്രം, യേശുവിൽ നിന്ന് നീ പതിയെ അകലുകയാണ്. ആമേൻ, സ്തോത്രം. എവിടെയെല്ലാം ദൈവ മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ ഒരു സ്ഥലത്തും കുലുങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർ ഫേസ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് ചെറിയൊരു വിഷയവുമല്ല. ലോകത്തിൽ ഒരു മനുഷ്യനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് ബുദ്ധിക്കും സാഹചര്യങ്ങൾക്കും തെളിവായി വന്ന ചില മേഖലകളിൽ അവർ കർത്താവിൽ ശരണപ്പെട്ടു, പ്രാർത്ഥിച്ചു തുടങ്ങി. അവിടെയെല്ലാം കണ്ടത് വലിയ വിജയമാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാ, എല്ലാം ചെയ്ത് നീ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ നീ വീണ് കിടക്കുകയാ. ഇന്ന് രാത്രിയിലൊന്ന് മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ മേഖല പാടെ നിന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു വെട്ടി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു പരീക്ഷ വരുന്നുണ്ട്. അതിനകത്തളത്തിൽ പെടുത്തിക്കളയാനാണ് ശത്രു നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചു കളഞ്ഞിരിക്കുന്നത്. നീ ഒന്ന് മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനായി ഉണർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിലും എൻ്റെ ശബ്ദത്തിൽ പരിശുദ്ധ ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. മടങ്ങി വരണം. എന്തോ ഒരു പരീക്ഷ വരുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെട്ടു പോയ പല ദൈവഭൃത്യന്മാരും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം അവർ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു, ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ പറയുന്നത് ജഡം ബലഹീനമാണ്. ജഡം ക്ഷീണം വരുത്തുന്നുണ്ടെങ്കിൽ, ജഡം നിന്നെ താഴ്ത്തിക്കളയുന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്റെ ശരീരം എത്താതെ പോകുന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിന്റെ കണ്ണ് സ്തോത്രം എത്താതെ വരുന്നുണ്ടെങ്കിൽ, ഒന്ന് തിരിഞ്ഞേക്കണമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്വതം പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ജഡം സമ്മതിക്കുന്നില്ല, ജഡം അതിനായി അനുവദിക്കുന്നില്ല. ക്ഷീണം, തളർച്ച പലവിധമായ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകുകയാ. ഉറക്കിക്കളയുന്ന കണ്ണുകൾ സ്തോത്രം. എന്നാൽ അതിനെ നീ ഇന്ന് അതിജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കാരണം എന്തോ ഒരു പരീക്ഷ നേരിടാൻ പോകുകയാണ്. പിന്നാമ്പുറത്തൊരു പരീക്ഷ വരുന്നുണ്ട്. അതിനെ നീ കവർ ചെയ്യണം, അതിനെ നീ സ്വതം ജയിക്കണമെന്ന് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. മടങ്ങി വരണം. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ സ്വതം ഇപ്പോൾ ഇത് ലൈവിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടാ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മടങ്ങി വരണം. നിന്റെ പ്രാർത്ഥന കൂട്ടിക്കൊള്ളണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു കിടക്കുകയാണെങ്കിൽ, മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ സെക്കൻഡിൽ തന്നെ മുഴങ്കാൽ മടക്കിക്കൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദോഷത്തിന് കാരണമായി തീരത്തക്ക നിലവാരത്തിലുള്ള ഒരു വസ്തുത ശത്രുവായവൻ തുറന്നിടുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിന്റെ പ്രാർത്ഥനയാൽ എന്ന് പരിശുദ്ധ ദൈവം അടച്ച് നിന്നെ സൂക്ഷിച്ച് നിന്നെ കരുതുന്ന ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന് നടത്തുവാൻ പ്ലാനും പദ്ധതികളും ഉള്ളത് കൊണ്ട് മടങ്ങി വരിക. ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തില്ല? പ്രാർത്ഥനയില്ല. പ്രിയ മക്കളെ, പ്രാർത്ഥനയില്ല കേട്ടോ. പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മലയോളം വിഷയമുണ്ടെങ്കിലും അവൻ അതിനെ ചാടിക്കടക്കും. ഹല്ലേലൂയ. അവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇവിടെ പറയുന്നത് ജഡമാണ് എന്ത്? ബലഹീനം. ആത്മാവ് ഒരുക്കമുള്ളതാ.
ഒരുക്കമുള്ളതാ. എത്രയോ പ്രാവശ്യം ഒരു ദിവസം മനുഷ്യന്റെ അകത്തളത്തിൽ ഈ ഒരു പ്രവണത നടക്കുന്നുണ്ടെന്നറിയാമോ? ആമേസ്തോത്രം. ജഡം പറയുന്നു ആമേസ്തോത്രം പിന്നെയാകട്ടെ, രാവിലെ ഉണരുമ്പോൾ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലിയെല്ലാം തീർത്ത് വീട്ടിലിരിക്കുന്ന സഹോദരിമാരാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഒരുക്കപ്പെടുന്ന സമയത്ത് ജഡം പറയും, ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, 10 മണിയായി, 11 മണിക്ക് പ്രാർത്ഥിക്കാം. 11 മണിയാകുമ്പോൾ പറയും, ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, ഇന്ന സ്ഥലം വരെ പോകണ്ടേ, അല്ലെങ്കിൽ ഇന്നാൾ വരത്തില്ലേ, ഇന്നാൾ വിളിക്കത്തില്ലേ, 12 മണിക്ക് പ്രാർത്ഥിക്കാം. ആമേസ്വത്ത് 12 മണി കഴിയുമ്പോൾ അയ്യോ ഉച്ചയായല്ലോ, ആമേസ്വത്ത് ആഹാരം കഴിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാം. ആമേസ്വത്ത് ആഹാരം കഴിക്കുമ്പോൾ ഒരിക്കലുമില്ലാത്തൊരു ക്ഷീണം, ആമേസ്വത്ത് ഒരു തളർച്ച, ഒരു ഉറക്കം വരവ്, ആമേസ്വതം. എന്നാൽ ഒരു അരമണിക്കൂർ വിശ്രമിക്കാം. ആ കിടപ്പ് അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേക്കുന്ന 3 മണിക്കോ 4 മണിക്കോ ഈ ജഡം നമ്മളെ പല നിലവാരത്തിൽ പാതിരാത്രി വരെ അങ്ങനെ കൊണ്ടുപോകും. ഓരോരോ സമയങ്ങൾ പറഞ്ഞ് നിന്നെ മടുപ്പിച്ച്, നിന്നെ ക്ഷീണിപ്പിച്ച് സ്വന്തം ഓരോരോ മണിക്കൂറുകൾ ഈ ജഡം തള്ളി നീക്കാൻ തുടങ്ങും. ആ സമയങ്ങളിലെല്ലാം അന്തരാത്മാവിൽ സ്വന്തം ഒരു വ്യക്തിത്വം ഉൾവിളി എന്ന പോലെ പറയുന്നുണ്ട്, സ്വന്തം പ്രാർത്ഥിക്കണം. ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ഈ സമയം കഴിഞ്ഞാൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പ്രിയമക്കളെ. പിന്നാമ്പുറത്ത് ശത്രുവായവൻ എന്തെങ്കിലും മെനഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദോഷം കൊണ്ടുവന്ന് ഇടണമെങ്കിൽ അവന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടുത്തേ മതിയാകൂ. ഈ ദിവസങ്ങളിൽ ചിലതിന് വേണ്ടി വട്ടം കൂട്ടുന്നുണ്ട്, ചിലതിന് വേണ്ടി ചട്ടം കൂട്ടുന്നുണ്ട്. എന്റെ മക്കൾ അത് തിരിച്ചറിഞ്ഞ ഇന്നേ ദിവസം ഒന്ന് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാ. നമ്മൾ കരുത അടുത്ത മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം, അടുത്ത സമയം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും പ്രിയമക്കളെ. അടുത്ത സമയത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിത്വം വീട്ടിൽ കയറി വരുന്നത്, അല്ലെങ്കിൽ വേഗത്തിലൊരു ഫോൺ കോൾ വരുന്നത്, ഇന്ന സ്ഥലത്തേക്ക് വേഗത്തിലൊന്ന് വരണം, ഇന്ന വിഷയം. നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന സമയമുണ്ട്, പാഴാക്കി കളയരുത്. ജഡം പല രീതിയിലുള്ള ക്ഷീണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടും. നീ അതിനെ ജീവിക്കണം, അതിജീവിക്കണം. സ്തോത്രം. ഈ യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. ഇന്ന് ഏറെക്കുറെ സ്തോത്രം ആത്മീക ജീവിതം നയിക്കുന്ന പലരെയും ഇടിച്ചു താഴ്ത്തിക്കളയുന്ന 3 മേഖലകളാണ് പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ഒന്ന് ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതൊക്കെയല്ലേ ഇന്ന്? ലോകത്തിലുള്ള പലതും വെറ്റിപ്പിടിച്ചെടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ? ലോകത്തിലെ പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ വേണ്ടി ബന്ധപ്പെടുകയല്ലേ നമ്മള്? സ്തോത്രം. ഇത് ആരിൽ നിന്നും ഉള്ളതല്ലെന്ന് പറയുന്നത്? പിതാവിൽ നിന്ന് ഉള്ളതല്ല. പിന്നെ ഇത് ആരാ ഉണ്ടാക്കിയത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും അവൻ യേശുവിന്റെ മുമ്പാകെ നിരത്തി വെക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം സാത്താൻ വന്ന് യേശുവിനെ പരീക്ഷിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഇത് പിതാവിൽ നിന്ന് നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അടുത്ത വാക്യം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ജഡത്തിന്റെ മോഹങ്ങൾ പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. സ്വതം. ഇത് ആത്മാവിൽ നിന്ന് വരുന്നതല്ല എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇത് എവിടെ നിന്നാ വരുന്നത്? ജഡത്തിൽ നിന്നാ വരുന്നത്. പ്രൈസലോ. ഇത് ആത്മാവിൽ നിന്ന് വരുന്നതല്ല, ജഡത്തിൽ നിന്ന്. എന്നാൽ ഏറെക്കുറെ ആത്മീകരാകുന്ന നാം ഓരോരുത്തരും സ്വതം ഈ മേഖലകളിലൂടെയാണ് ഇന്ന് 80%, 80% കടന്നു പോകുന്നത്. ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. സ്വതം. നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന മേഖലകൾ പോലും പലപ്പോഴും തിരിച്ചറിവില്ലാതെ വണ്ണം പറഞ്ഞു പോകുന്നത് ജഡത്തിൻ്റെതായ പല മോഹങ്ങളിലൂടെയാണ്. സ്വതം. എടുത്തു പറയുന്ന പല സൗഭാഗ്യങ്ങളും ജഡത്തിൻ്റെതായ പല മോഹങ്ങളിലൂടെയാ. എടുത്തു പറയുന്ന വലിയ ഉയർച്ചകളും കണ്ണിന്റെ പല മോഹങ്ങളിലൂടെ
എന്തിലൂടെയാ? ആമേ സ്വതം ആമേ ജീവനത്തിന്റെ വലിയ പ്രതാപങ്ങളിലൂടെയാ. ഒന്ന് തിരിച്ചറിയണം, ഒന്ന് മടങ്ങി വരണം. ഇത് ആരിൽ നിന്നുള്ളതല്ല, ഇത് പിതാവിൽ നിന്ന് ഉള്ളതല്ല. പിന്നെ ആരിൽ നിന്നാ വരുന്നത്? സാത്താനിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ജഡത്തിന്മേൽ ആമേ ശത്രുവിന് അധികാരമുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് ഞാനല്ല എന്റെ ജഡത്തിൽ, ആമേ സ്വതം എന്നിൽ എന്ന് വെച്ച് എന്റെ ജഡത്തിൽ കുടികൊള്ളുന്ന പാപമത്രേ. സ്തോത്രം. ഇതിനെ ആമേ സ്വതം നമ്മൾ ജയിക്കണം. ഇന്ദ്രിയ ജയം ഇല്ല പ്രിയ മക്കളെ. ഇന്ദ്രിയത്തിൽ എന്ത് ചെയ്യണം? ഒരു ജയമെടുക്കണം. ഹല്ലേലൂയ. മറ്റെന്തിനേക്കാൾ അധികമായിട്ട് ആമേ ഒരു മനുഷ്യൻ ആമേ ഒരു ഭൂതത്തെ പുറത്താക്കിയില്ലെങ്കിലും, ഒരു രോഗിയെ സൗഖ്യമാക്കിയില്ലെങ്കിലും, ഒരു മരിച്ചവനെ ഉയർപ്പിച്ചില്ലെങ്കിലും, സ്വന്തം ജഡത്തെ നിന്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ആത്മാവിന്റെ ഹിതത്തെ പുറത്തെടുക്കുവാൻ തക്കവിധം ആരൊരുക്കപ്പെടുന്നുവോ അവനെയാണ് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നത് ആത്മീക മനുഷ്യനെന്ന്. ഇന്ന് ആത്മീക മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇടയിൽ തിരയുകയാണ്. ആമേ അത് നീയായി മാറാം. ആമേ സ്വതം ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വരുക. പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഈ ഒരു തലത്തിലേക്ക് ശത്രു നമ്മളെ കൊണ്ടുപോകുകയാണ്. ഒരു ആത്മീക മനുഷ്യനായി തീരുവാൻ തക്ക വിധം. ആമേൻ. സ്തോത്രം. നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ലോകത്തെ നമുക്ക് നേടാൻ പറ്റുമോ പ്രിയ മക്കളെ? ആമേൻ. ഞാനായിരിക്കുന്ന എന്നെ എൻ്റെ പരിധിയിൽ എനിക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ആമേൻ പിന്നെ ആരെയാ നമ്മൾ നേടാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒരു മാസമെങ്കിലും ആമേൻ സ്വതം ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ജയിച്ചു. എടുക്കുന്ന തീരുമാനത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ജയിച്ചു. ഇവരാത്മീക മനുഷ്യനാണ്. പലവട്ടം വീണു പോകുന്നുണ്ടെങ്കിൽ ആമേൻ നിന്നെ തടുക്കുന്നത് ഒരു ശക്തിയുണ്ട്. ഈ ജഡിക ശക്തി നീ ജയിക്കണം. ആമേ. ഇവിടെ പറയുന്നത് 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഈ മോഹമാണ്, ജഡത്തിൻ്റെ മോഹം, കണ്ണിൻ്റെ മോഹം, ഈ മോഹങ്ങളാണ് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആമേൻ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 ആമേൻ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്വതം മോഹം ഗർഭം ധരിച്ചു പാപത്തെ എന്ത് ചെയ്യുന്നു? പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് എന്ത് സംഭവിക്കുന്നു? മരണം. അപ്പൊ ഈ മോഹം എവിടെന്നാ വരുന്നത്? ജഡത്തിൽ നിന്നാ വരുന്നത് പ്രിയ മക്കളെ. ആമേൻ. കാണുന്നത് താല്പര്യപ്പെടുകയാ. കണ്ണിന്റെ മോഹം, ജഡത്തിന്റെ മോഹം. ഈ മോഹം ഗർഭം ധരിച്ചു പാപത്തെ എന്ത് ചെയ്യുന്നു? പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് എന്താ സംഭവിക്കുന്നത്? മരണം. ആമേൻ. ഇന്ന് പലരും ആത്മീകരെന്ന് പറയുമ്പോൾ ആത്മീക മരണം സംഭവിച്ചു കിടക്കുകയാ. ആമേ. മറ്റൊന്നും വേണ്ട, നിത്യതയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. മറിച്ച് ഇവിടെ വെച്ച് എങ്ങനെയെങ്കിലും ഒരു നന്മ പ്രാപിക്കണം, ഇവിടെ വെച്ച് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി പറയുവാൻ തക്ക വിധത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ചിന്തകളോടെ ഓടുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കൃപാവരത്തിനായി, ഒരു അഭിഷേകത്തിനായി, ഒരു കൃപയ്ക്കായി ആമേ ദൈവത്തിന്റെ ജനമൊന്ന് യാചിക്കട്ടെ. ആമേ. ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു നന്മ ഉയർത്തി പിടിക്കാനല്ല, മറിച്ച് ആത്മീകമായിട്ടൊരു താലന്ത്, ആത്മീകമായിട്ടൊരു അഭിഷേകം, ആത്മീകമായിട്ടൊരു കൃപാവരം പ്രാപിച്ചെടുക്കാൻ അനുദിനവും നമുക്കൊന്ന് ഒരുക്കപ്പെടാൻ പ്രിയ മക്കളെ. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. പൗലോസ് ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. ആമേ. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിനായി എൻ്റെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ചെന്ത് ചെയ്യുന്നു? കീഴടക്കുന്നു എന്നൊരു വാക്യം അവിടെ കാണണം. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്.
ആമേൻ സ്തോത്രം. നമ്മൾ ഒത്തിരി ദിവസങ്ങളൊക്കെ ദൈവസന്നിധിയിലൊക്കെ ഉപവസിക്കുമ്പോൾ ഒരുപക്ഷെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഷേപ്പൊക്കെ മാറിയെന്നിരിക്കാം. ആമേൻ സ്തോത്രം. ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അകത്ത മനുഷ്യൻ സന്തോഷിക്കുകയാ, പുറത്ത മനുഷ്യൻ ഉടഞ്ഞു പോകുമ്പോഴും അകത്ത മനുഷ്യൻ സന്തോഷിക്കുകയാ. ഇനി ആമേൻ സ്തോത്രം, അകത്ത മനുഷ്യൻ ആഗ്രഹിക്കുന്ന തലത്തിൽ പുറത്ത മനുഷ്യനെ കൊണ്ടുവരുവാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷം അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവൃത്തി. പുറമെയുള്ളവൻ നോക്കുമ്പോൾ ഒരുപക്ഷെ നിന്നെ കുറിച്ച് ദോഷം പറഞ്ഞെന്നിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ നിന്നെ കുറിച്ച് നന്മ പറയുവാൻ അത് കാരണമായി തീരും. പൗലോസൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, ആമേ കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, നഗ്നത, പൈതാഹം, ശീതം, അസാധാരണമായ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആമേശ്വതം ഇതെല്ലാം ആമേശ്വതം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഈ ജഡത്തെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിനായി എന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അവിടെ നിർത്തുകയാ. ആമേ പൗലോസ് അവിടെ നിർത്തുകയാ. ആമേ തന്റെ അവസാന സമയത്തിലേക്ക് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത്, ഞാനോ ഇപ്പോഴോ പാനീയ യാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു. എങ്ങനെയാ? പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ഏത് ഭാഗത്തിലേക്കും പൗലോസിനെ തിരിച്ചു വിടുവാൻ പറ്റുന്നൊരു പരിവത്തിലായി. സ്വതം മണ്ണല്ല, ആമെ ഹാർഡായിട്ടുള്ള കല്ലല്ല, മറിച്ച് ഒഴുകുന്ന വെള്ളമായി തീരുവാൻ ഏത് ഭാഗത്തിലേക്കും പൗലോസിനൊന്ന് ഒഴുക്കുവാൻ തക്ക വിധം, അവൻ ഏത് സ്ഥലത്തേക്ക് തിരിച്ചെന്നാലും അങ്ങാട് ഒഴുകാൻ തക്ക വിധം സ്വന്തമായ അഭിപ്രായങ്ങളില്ലാതെ യേശുവിന്റെ ഇഷ്ടപ്രകാരം ഏത് ഭാഗത്തേക്ക് ഒഴുകുവാൻ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഒരുക്കി. ഇപ്പോ പൗലോസിന് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഒഴുക്കാം. പ്രിയ മക്കളെ, സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാ. ഞാനോ ഇപ്പോഴോ പാനീയ യാഗമായിട്ട് എന്ത് ചെയ്യുകയാ? ഒഴുക്കപ്പെടുകയാണ്. എന്റെ നിര്യാണ കാലം എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. ഒന്നാലോചിച്ച് നോക്കിയ പ്രിയ മക്കളെ, ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയ സഹനത്തിന്റെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ഇന്നിപ്പോ എന്റെ ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത്, തിരുവിഷ്ടം നിറവേറട്ടെ. സ്വതം എന്തു ചെയ്യണം നീ ഒന്ന് പറഞ്ഞാൽ മതി, എവിടേക്ക് പോകണം നീ ഒന്ന് പറഞ്ഞാൽ മതി, എന്റെ ശരീരത്തെ അതുപോലെ ഞാൻ ആക്കി വെച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ എല്ലാം നല്ല കാര്യങ്ങൾ നോക്കിയിട്ടല്ല പ്രിയ മക്കളെ ഒരു രാത്രിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് മാറിപ്പോകുകയോ ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ നിൽക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നമേ തന്നെ അറിവുള്ള കാര്യമാണ്. ആദ്യമേ തന്നെ ചോദിക്കും, അവിടെ വന്ന കിടക്കാനുള്ള സൗകര്യം ഉണ്ടോ? സ്തോത്രം. അവിടെ വന്ന നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? കുളിക്കാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. കൊതുകുണ്ടോ? സ്തോത്രം. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച്, ചൂടാണോ തണുപ്പാണോ ഫാനുണ്ടോ സിറ്റുവേഷൻ എങ്ങനെയാ, ഇതൊക്കെ അന്വേഷിച്ചിട്ടാ. കാരണം ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ജഡമ. രാത്രികാലം നല്ല പോലെ കിടന്നെന്ത് ചെയ്യണം? ഒന്ന് ഉറങ്ങണം. സുഖമായിട്ട് കിടന്നുറങ്ങി സുഖമായിട്ടൊന്ന് എഴുന്നേൽക്കണം. ഇതെല്ലാം നമ്മൾ കരുതിയിട്ടാണ്, മുന്നമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവിടേക്ക് സ്റ്റെപ്പ് വെക്കുന്നത്. പൗലോസ് അങ്ങനെയല്ല. നീ എവിടേക്ക് പോകാൻ പറഞ്ഞാലും ഞാനിപ്പോ റെഡിയാ കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശരീരത്തെ അതുപോലെ തനാക്കിയിരിക്കുകയാണ്. ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി തിരുസന്നിധിയിൽ ഒഴുക്കുകയാ. ആമേൻ. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കരത്തിൽ നീർത്തോടുക കണക്കെ ഇരിക്കുന്നു. എവിടേക്ക് വേണമെങ്കിലും ദൈവത്തിന് എന്ത് ചെയ്യാം? തിരിക്കാം. ഇതുപോലെ തന്നെയാ പൗലോസും ആയിത്തീർന്നു. എങ്ങനെയാണെന്നറിയാമോ? തന്റെ ശരീരത്തെ താൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് കീഴടക്കുകയാ. ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നിഷേധിക്കണം പ്രിയ മക്കളെ. സ്വതം ജഡത്തിന്റെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നമ്മളിട്ട് വട്ടം കറക്കുന്ന ചില ആഗ്രഹങ്ങൾ, അതിനെ നിഷേധിക്കണം. ഇത് കാണണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് കാണാതിരിക്കാൻ ശ്രമിക്കണം. ഇത് കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ സ്വതം നമ്മൾ ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് ജഡം ബലം പിടിക്കുമ്പോൾ ആ സമയത്ത് ഇത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഇടത്തിന്റെ പ്രവർത്തികൾ നിർവീര്യമാക്കണം. ഹല്ലേലൂയ. അവിടെ നിനക്കൊരു ജയമുണ്ട്, അവിടെ നിനക്കൊരു വിജയമുണ്ട്. ആമേൻ. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാവീദാണ്. പ്രശ്നങ്ങളോടുകൂടി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കി. ഇതിനെ ജയിക്കാൻ കഴിയുന്നത് ഒരു കാര്യത്തിലാ, അത് പ്രാർത്ഥനയിലാ. 55-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച ദൈവത്തിന് മുമ്പാകെ ഞാൻ കരയും. യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കും. കേട്ടോ പ്രിയ മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, രേഖ തനിക്കെതിരായി എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്നും ചെയ്യുന്നത് പോലെ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ഒരുത്തനും പരാജയപ്പെട്ടു പോയിട്ടില്ല. പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ഒരുത്തനെ കീഴ്പ്പെടുത്താനും പറ്റത്തില്ല. പിശാച് വറക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ മാത്രമാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. ലോകത്തിലെ ധനികനെ പിശാചിന് പേടിയില്ല. ഇവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്കാരെ പിശാചിന് പേടിയില്ല. കയ്യിൽ മിഷൻ ഗണ്ണും അല്ലെങ്കിൽ AK-47 തോക്കുമായി കടന്നു വരുന്നവനെ സാത്താന് പേടിയില്ല. പക്ഷേ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ, അവന് സാത്താന് ഭയമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ, അവന് സാത്താന് ഭയമാണ്. അവന്റെ മുമ്പിലാണ് പിശാച് മുട്ടുമടക്കുന്നത്, അവന്റെ മുമ്പിലാണ് സാത്താൻ തലകുനിക്കുന്നത്. അധികാരികൾക്ക് മുമ്പിലല്ല പ്രിയ മക്കളെ. ഉയർന്നവന് മുമ്പിലല്ല, പണക്കാരന്റെ മുമ്പിലല്ല, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ഒരു ദൈവ പൈതലുണ്ടോ? വിക്കിയായിരിക്കും ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്നത്. വേണ്ടും വണ്ണം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നിനക്ക് വശമില്ലായിരിക്കാം. വിക്കിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുണ്ടല്ലോ, അത് ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന അന്യായ മുഖങ്ങളെ തകർത്തുകൊണ്ട്, അന്ധകാര ശക്തിയെ അഴിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിന്റെ തന്നെ വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തും. ആമേൻ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വാക്യം ഒന്ന് വായിച്ച സങ്കീർത്തനം 55-ന്റെ 17-ാമത്തെ വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഓ സ്തോത്രം. പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്ന സമയം. ചിലരൊക്കെ പറയാറുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ സമയമില്ല. ഒരിക്കലും പറഞ്ഞേക്കരുത്. പ്രാർത്ഥിക്കാൻ സമയം തരും, നീ ഉണ്ടാക്കണേ. അല്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് ആരും പറയരുത് പ്രിയ മക്കളെ. ആഹാരം കഴിക്കാൻ നിനക്ക് സമയമുണ്ടോ? ഉറങ്ങാൻ നിനക്ക് സമയമുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാകും, 100 കണക്കിന് സമയം ഉണ്ടാകും. ഹല്ലേലൂയ. എന്റെയൊക്കെ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കാമല്ലോ. നിന്റെ ഉറക്കൊരു 2 മണിക്കൂറൊന്നും മാറ്റ. അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. നിന്റെ ജഡം സമ്മതിക്കാത്ത സമയങ്ങളായിരിക്കാം, ജഡം പുതച്ചു മൂടി കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയമായിരിക്കാം. ആ സമയം നീ മുഴങ്കാൽ മടക്കുന്നു എങ്കിൽ ദേശശക്തികൾ 10 നാൾ കഴിയുമ്പോൾ നിന്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥനക്കുള്ള സമയം നീ ഉണ്ടാക്കിയെടുക്കണം. ഉറക്കം കുറക്കണം, പ്രാർത്ഥന കൂട്ടണം, ക്ഷീണം ഉണ്ടാകത്തില്ല. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സഹോദരം, രാത്രി യാമത്തിൽ 1 മണിക്കോ 2 മണിക്കോ 12 മണിക്ക് ശേഷമുള്ള സമയത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നാളെ രാവിലെ ഉണരുമ്പോൾ വളരെ ക്ഷീണമായിരിക്കും. ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. ആത്മാവിന്റെ ഗൈഡൻസിന് ഒത്തവണ്ണമാണ് നീ ദൈവസന്നിധിയിൽ വില മുടക്കുന്നതെങ്കിൽ രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ അധികമായിട്ട് ഊർജ്ജസ്വലനായിട്ട് സകല പ്രവൃത്തികളും ചെയ്തെടുത്ത് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ബലപ്പെടുത്തുവാനിടയായി തീരും. ഒരിക്കലും നിന്റെ ശരീരത്തെ ക്ഷീണം ബാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രിയ മക്കളെ. നീ അവിടെ യുദ്ധം ചെയ്യുകയാ. രാത്രിയുടെ യാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നത്, ആരുടെയോ ജീവിതത്തിൽ പിന്നാമ്പുറത്തിന് പരീക്ഷ കൊണ്ടുവന്നിട്ട് നിന്നെ തകർത്തു കളയാൻ ശത്രുവായു ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ കുഞ്ഞെ മുഴങ്കാൽ മടക്കിക്കൊള്ളണം, പ്രാർത്ഥിച്ചു കൊള്ളണം. ഹല്ലേലൂയ. പരീക്ഷയിലാകാൻ
തകർക്കപ്പെടാതെ വണ്ണം കാക്കുവാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവം എന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയുന്നു, അവനെ കീഴടക്കണം. ജലം പലപ്പോഴും നിനക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പരിശുദ്ധാത്മാവ് ഇന്ന് അതിനെ വിധേയപ്പെടുത്തി നിന്റെ കരത്തിൽ തരിക. ജഡത്തിന്റെ ഇഷ്ടപ്രകാരം പോകരുത് പ്രിയമക്കളെ, മാറ്റിവെക്കണം സമയം. ആമേൻ. ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് എന്ത് ചെയ്യും? കരയും. ഈ സമയത്ത് സാത്താൻ ഇവനെ ഏതു സമയത്തും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയങ്ങളായിരുന്നു. കാലത്ത് ഇവനെ കിട്ടിയ പിടിക്കണം, വൈകുന്നേരത്ത് ഇവനെ കിട്ടിയ പിടിക്കണം, ഉച്ചക്ക് ഇവനെ കിട്ടിയ പിടിക്കണം. പക്ഷേ ഈ 3 നേരത്തും പിടികൊടുക്കാതെ വണ്ണം ഭക്തൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേട്ടോ പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ തലങ്ങൾ കുറയുമ്പോഴാണ് യേശുവിൽ നിന്ന് അകലുന്നത്. അപ്പോസ്തലന്മാര് പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം അവർ ഉറങ്ങിപ്പോയപ്പോൾ യേശു പിന്നത്തേതിൽ കാണാൻ സാധിക്കുന്നത് യേശു അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. യേശു മാറ്റപ്പെട്ടു. അവർക്ക് പിന്നെ യേശുവിനോട് കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യേശു പലവട്ടം പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിക്കണം. എനിക്ക് നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഞാൻ നിന്നോട് കൂടെ വസിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഞാൻ നിന്നോട് കൂടെ ചെലവഴിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ആമേൻ. വെറുതെ എന്നോട് കൂടെ തിന്നു കുടിച്ച് നടക്കാനല്ല. ആമേൻ. ഞാൻ പറയുന്ന രീതിയിൽ നീ ദൈവത്തിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആത്മാവ് ഹേമിപ്പിക്കുകയാ. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ആരോടാന്ന് എനിക്കറിയത്തില്ല. ആമേൻ. തിന്നാനും കുടിക്കാനും ആമേൻ നടക്കാനും മാത്രമല്ല. യേശു പറയുന്നു, നീ പ്രാർത്ഥിക്കണം. അവർക്കതിന് മനസ്സായില്ല പ്രിയമക്കളെ. നമുക്ക് അറിയാലോ, അപ്പോസ്തല പ്രവർത്തനം ആമേൻ 2-ാം അധ്യായം വരെ ഊണം ഉറക്കമില്ലാത്ത പ്രാർത്ഥനയായിരുന്നു അപ്പോസ്തലന്മാരെ പിന്നത്തിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് വരുന്നത് വരെ ഏറിയ ഭയത്തോടും ഭീതിയോടും കൂടെ അവരെ മുറിക്കകത്ത് കയറി, മാളികക്കകത്ത് കയറി, കതകടച്ച് അതിൻ്റെ അകത്തളത്തിലിരുന്നു. ഭയം പിടിച്ചു. ഹല്ലേലൂയ. ഭയം വരുന്നത് പ്രാർത്ഥനാ മണ്ഡലം കുറയുമ്പോഴാണ്. ആമേൻ. ഭയം മാറും. നീ ഒന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടെ. ഹല്ലേലൂയ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ ആര് ദൈവം. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അടുത്തത്, എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ. എന്നോട് കയർത്തു നിന്നവർ ഒരുപാട് പ്രശ്നങ്ങളാണെന്നേ. 1ഉം 2ഉം അല്ല, ചുറ്റുപാട് പ്രശ്നങ്ങളാ. ബാശാൻ കൂറ്റന്മാര് പോലെ പലരും വന്ന് വളഞ്ഞു പിടിച്ചിരിക്കുക. പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു സമയം നിനക്ക് വേർതിരിക്കാമോ? ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആമേ, ഒരു സിസ്റ്ററുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആമേ. കടക്കാര് വന്ന് ആമേ, ഇവര് താമസിക്കുന്ന വീട് വാടകയാ. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒത്തിരി കടങ്ങളുണ്ട്. ആമേൻ. അപ്പം കടക്കാർ വന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ചിലരൊക്കെ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആമേൻ അവിടെ കാണുന്നത് വിരിച്ചിട്ടിരിക്കുന്നൊരു പായുണ്ട്. ആ പായ ആ വ്യക്തിത്തെ കഴിഞ്ഞ മാസം വീടിൻ്റെ വാടക ചോദിക്കാൻ വന്നപ്പോൾ ആ പായ അവിടെ തന്നെ കിടക്കുകയാണ്. ആമേൻ. പിറ്റേ മാസവും വീടിൻ്റെ വാടക ചോദിക്കാൻ വരുമ്പോൾ ആമേൻ ആ പായ അവിടെ തന്നെ കിടക്കുക. കൊടുക്കാൻ കയ്യിൽ പൈസയില്ല. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒരു മകനുണ്ടായിരുന്നു. അവന് ദൈവം മാനിച്ചെന്ന് വെച്ചെന്ന ചെറിയ തലത്തിലൊന്നുമല്ല, ഏറ്റവും ശ്രേഷ്ഠമേറിയ തലത്തിലാണ് ദൈവം മാനിച്ചു. ആ പായയിൽ വീണ കണ്ണുനീരും ആമേൻ മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥനകളും ആമേൻ കുടുംബത്തെ ഉയർത്തുവാനിടയായി തീർന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കും പ്രിയമക്കളെ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മാറ്റം വരുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അവനൊന്ന് നമ്മളോട് മനസ്സലിഞ്ഞാൽ, അവൻ നമ്മളിലൊന്ന് പ്രസാദിച്ചാൽ, നിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. അവനെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ ഗുഹക്കകത്ത് ഇട്ട് കളയുമെന്നും ആമേൻ സിംഹങ്ങളെ വിശപ്പിച്ച് ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആമേൻ ഇതാണ് നിയമവും വിധിയെന്നും തിരിച്ചറിയുന്ന ദാനിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷൻ എന്നും ചെയ്യുന്നത് പോലെ യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ
രാജാവിനെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഈ രാജ്യത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കണമെങ്കിൽ സ്വന്തം സൃഷ്ടിതാവ് രക്ഷിക്കണം. ഹല്ലേലൂയ. സൃഷ്ടിച്ച മൃഗങ്ങളെയും ചരാചരങ്ങളെയും കന്നുകാലികളെയും ഇഴജാതികളെയും നാൽക്കാലികളെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പാകെ അവൻ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മറുപടി വന്നു. എവിടെ നിന്ന്? സിംഹത്തിന്റെ ഗുഹക്കകത്ത് നിന്ന് മറുപടി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് നിമിത്തമെന്നറിയാമോ? പ്രാർത്ഥന. ഹല്ലേലൂയ. ആറ്റം ബോംബിനേക്കാൾ ശക്തിയാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പരാജയപ്പെട്ടു പോയ ചരിത്രമില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കേൾക്കുന്നത് വെളിപ്പാട് പുസ്തകം വരെ പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് ആത്മീക ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളെ നിലനിർത്തുന്നത് പ്രാർത്ഥനയിലാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശു ആയിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സ്വതം 18-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യത്തിൽ മടുപ്പ് വരും. വേറെന്ത് കാര്യത്തിന് എന്ത് ചെയ്യത്തില്ല? മടുപ്പ് വരത്തില്ല. മടുപ്പ് വരുന്ന ഒരേ ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലാണ് പിശാച് മടുപ്പ് വരുത്തുന്നത്. ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, രാത്രികാലങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഓൾ നൈറ്റ് പ്രയറിനൊക്കെ വരുമ്പോൾ രാത്രികാലങ്ങളിൽ ഒരുപാട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകും. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. കണ്ണിനുറക്കമില്ലാതെ വണ്ണം നല്ല തീഷ്ണതയോടെ പല കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകും. അല്പസമയം കഴിയുമ്പോൾ പ്രാർത്ഥനക്കുള്ള സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ശരീരം എന്തോ ക്ഷീണിച്ച് ആ സമയത്ത് നമുക്ക് ഓട്ടവായൊക്കെ വന്ന് നമ്മുടെ ശബ്ദമൊക്കെ ഒന്നും ഉയരാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ തിരിയാനിടയായിത്തീരും. കാരണം അവൻ വന്ന് കഴിയുന്നതും അമർത്താൻ ശ്രമിക്കും. കാരണം പിശാചിന് ഭയമുള്ളത് പ്രാർത്ഥിക്കുന്നവനെയാണെന്ന്. വേറൊരുത്തനെയും സാത്താന് പേടിയില്ല. അതുകൊണ്ട് ഇവൻ തടുക്കുന്ന മേഖലകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രാർത്ഥനയാ. സ്തോത്രം. എന്നാൽ ദൈവഭൃത്യന്മാർ പല കാര്യങ്ങൾ സാധിപ്പിച്ചെടുത്തതും പ്രാർത്ഥനയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഈ ഉപമ എന്ന് പറയുന്നത് ചെറിയൊരു ഉപമയല്ല, ആഴമേറിയൊരു ഉപമയാണ്. ഒരു വിലയും ഒരു നിലവാരവും ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒരു വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ, എന്നാൽ എല്ലാ അധികാരവും തികവും പ്രാഗൽഭ്യവുമുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ കടന്നു എന്ന് തന്നോട് പറയുകയാണ്, എൻ്റെ പ്രതിയോഗിയോട് കൂടെ പ്രതിക്രിയ നടത്തി എന്നെ വിടുവിക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്നെ വന്ന് നിരന്തരം പ്രയാസപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്. അവനെ ജയിക്കാൻ അല്ലെങ്കിൽ അവനോട് ഇടപെടുവാൻ അങ്ങ് കരുണ കാണിക്കണം. ആമേശ്വരം. വിധവയെ നോക്കുമ്പോൾ അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കത് വായിക്കാം. 2-ാം വാക്യം. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. ഒരു വിധവ, ഒരു സാധാരണക്കാരത്തി, ഒരു കഴിവുമില്ലാത്തവൾ, അവൾ ഇവന്റെ അടുക്കൽ ചെന്നിട്ട് എന്ന് പറയുന്നത് എന്റെ പ്രതിയോഗിയോട് കൂടെ പ്രതിക്രിയ നടത്തി വിടുവിക്കണം. പ്രശ്നമാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ നാളെ നീ മടുക്കരുത്. നാളെയും ചെല്ലണം, ദൈവസന്നിധിക്കണം, അപ്പനെ ഓർപ്പിക്കണം, നിർബന്ധിക്കണം. സ്തോത്രം. നാളെയും. അതാണ് അതിന്റെ അർത്ഥം. മടുത്തു പോകരുത്, മടുത്തു പോകരുത്. ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇന്ന് അപ്പൻ എന്റെ നേരെ നോക്കുന്നില്ലെങ്കിൽ നാളെ നോക്കും. സ്തോത്രം. നാളെ അപ്പനോട് നോക്കുന്നില്ലെങ്കിൽ മറ്റന്നാൾ നോക്കും. മറ്റന്നാൾ നോക്കിയില്ലെങ്കിൽ അടുത്ത ദിവസം നോക്കും. മടുത്തു പോകാതെ അപ്പന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു മകനെ കുറിച്ച് സ്തോത്രം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഞാൻ ചെല്ലും, എൻ്റെ അപ്പനോട് ഞാൻ എൻ്റെ സങ്കട യാചനകൾ അറിയിക്കും. ഇവിടെ പറയുന്നത് ഒരുത്തനും കൂസാത്തൊരു മനുഷ്യനാ. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. ആർക്കും കീഴടങ്ങത്തില്ല, ആരെയും മാനിക്കത്തില്ല, ആരെയും ഭയപ്പെടത്തില്ല. ഒരുത്തനെ കൂസാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മുമ്പിലാണ് ഈ വിധവ എന്നിട്ട് എന്ത് ചെയ്യുന്നത്? എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി, എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങി. ഇവളെ കൊണ്ട് ഈ മനുഷ്യൻ പൊറുതിമുട്ടി. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല. സ്വതം. എന്നാൽ ഒരു പക്ഷേ എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും.
ആലോചിച്ചൊക്കെ, ഹൃദയ കാഠിന്യമുള്ള ഒരു മനുഷ്യനെയാണ് സ്വർഗത്തിലെ ദൈവം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു തെളിവായി ഒരു ഉപമ നമുക്ക് തരുന്നത്. ഹൃദയ കാഠിന്യമുള്ള ഒരു മനുഷ്യനെ അനുസരിക്കാത്ത, ഒരു മനുഷ്യനും വകവെക്കാത്ത, ഒരു മനുഷ്യനും ഭയപ്പെടാത്ത ഈ വ്യക്തിത്വത്തെയാണ് സ്വർഗത്തിലെ ദൈവം കാണിക്കുന്നത്. ഇവനെ ഈ വിധവയുടെ വാക്ക് ഇളക്കിയെങ്കിൽ, ഇവനെ ഈ വിധവയുടെ പ്രവർത്തികൾ ചലിപ്പിച്ചെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം പ്രിയമക്കളെ, ഹല്ലേലൂയ, ആർക്കും കൂയാത്ത, ആർക്കും കീഴ്പ്പെടാത്ത ഇവൻ ആ വിധവയുടെ മുമ്പാകെ ഒരുപക്ഷെ ചിന്തയോടുകൂടെ അവളിലേക്കൊന്ന് ശ്രദ്ധിച്ചെങ്കിൽ, മനസ്സലിവുള്ള, ദയയുള്ള, കരുണയുള്ള സ്വർഗത്തിലെ ദൈവം എത്രയധികമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മടുത്തു പോകരുത്, മടുത്തു പോകരുത്. അവനോട് അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ, ആമേൻ. അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. വിധവയ്ക്ക് വലിയ നോക്കാനുണ്ടോ? എല്ലാ ദിവസവും ചെല്ലുകയാ, എല്ലാ ദിവസവും പറയുകയാ. അവൾക്ക് കാര്യം സാധിച്ചു കിട്ടി. നമ്മുടെ കാര്യം സാധിക്കണ്ടേ? ഹല്ലേലൂയ. രേഖ അവന് വിരോധമായി എഴുതിയിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്നും ചെയ്യുന്നത് പോലെ ദാനിയേല് ദൈവസ്ഥൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറെ ഒരുത്തന്റെ കൈക്കൂലി കൊടുത്ത് ഒഴിഞ്ഞു പോകാനുള്ള അമിശ്വതം വഴി തേടിയെന്നോ ആ രാജ്യം വിട്ട് പോകാനുള്ള കാര്യം പ്ലാൻ ചെയ്തെന്നോ ഒന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് മനുഷ്യന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും, സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. പ്രിയമക്കളെ, ഇന്ന് രാത്രികാലം നമുക്കൊന്ന് അവനോട് അടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ ഒരു വാക്യം, ആമേൻ, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്യമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ ആമേ തെസ്സലോനിക്ക ലേഖനത്തിൽ വീണ്ടും പറയുന്നത് ആമേ എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പന്റെ ഇഷ്ടം നിറവേറട്ടെ പ്രിയമക്കളെ. അവന്റെ മുമ്പാകെ ഇന്ന് രാത്രികാലം താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് തിരുമുഖത്തെ ഒന്ന് അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങുകയാ. ആമേൻ. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ ആമേൻ, സ്തോത്രം, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. അതിലെ ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടക്കാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം യേശുവിന്റെ കരം ആമേൻ നമ്മളെ കാണുകയാണ്. ആമേൻ. എനിക്കറിയത്തില്ല ആമേൻ, എൻ്റെ ശബ്ദത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആമേൻ, നീ എല്ലാം ചെയ്ത് ആമേൻ വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രവർത്തികൾക്ക് ഒരു ദോഷമില്ല. കഴിക്കാൻ ആഹാരമുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, പാർക്കാൻ പാർപ്പിടമുണ്ട്, ഒരു കുറവുമില്ല. പക്ഷെ ഒരു കുറവ് നിന്നിൽ കിടക്കുന്നില്ലേ? ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഞാൻ വേണ്ടും വണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഒരു പരീക്ഷ നേരിടാൻ പോകുകയാണ്. യേശു നിന്നിൽ നിന്ന് അകലുന്നതിന് മുമ്പേ അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ, യേശു നിങ്ങളിൽ നിന്ന് അകലുന്നതിന് മുമ്പേ യേശു പറഞ്ഞു, ഒരു പരീക്ഷ വരുന്നുണ്ട്, ഞാൻ വിട്ടുപോകാൻ പോകുകയാ. ഉണർന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവർക്ക് ആ വചനത്തിന്റെ പൊരുൾ മനസ്സിലായില്ല. ഇന്ന് രാത്രികാലം ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകൾ ആദ്യം വായിച്ചപ്പോൾ ആമേൻ, സ്തോത്രം, നിങ്ങൾക്കും ഒരുപോലെ ചിലപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു പരീക്ഷ പിന്നാമ്പുറത്ത് വരുന്നു, അതിനെ അതിജീവിക്കുവാൻ ഇന്ന് രാത്രികാലം മുഴങ്ങൽ മടക്കം, മുഴങ്ങൽ മടക്കം. തിരക്കോടുകൂടി തിരക്കുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവായവൻ പിന്നാമ്പുറത്ത് നിന്നെ മറിച്ചു കളയാനുള്ള പദ്ധതികൾ മെനയുകയാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. തീയിറക്കിയതും പ്രാർത്ഥനയിലാണ്, മഴ പെയ്യിച്ചതും പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ അടച്ചതും പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിലെ ശത്രു സൈന്യം നീങ്ങിപ്പോയതും പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ കഷ്ടങ്ങളിലെല്ലാം തുണയായിരുന്നത് പ്രാർത്ഥനയാ. ആമേൻ. തിമോത്തിയോസിനെ നടത്തിയത് പ്രാർത്ഥനയാ.
നമ്മൾ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുന്ന പ്രാർത്ഥനയാ. കർത്താവെ, കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങൾ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാ. അങ്ങ് സ്വതം ഞങ്ങൾ ഇന്നു മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല, ആത്മാവിലുള്ള സ്വതം തീഷ്ണതയുള്ള ശ്രദ്ധയുള്ള പ്രാർത്ഥനകളുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുക്കും. മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ തിരുമുഖത്തെ ഞങ്ങൾ അന്വേഷിക്കും. കർത്താവിന്റെ നീതിയുള്ള കരം ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, ദൈവം ഞങ്ങളെ നിറക്കണം. പരിശുദ്ധാത്മാവേ, ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവേ, നിന്റെ കൃപയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വർധനവുണ്ടാകട്ടെ. കർത്താവേ, തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ മക്കളെ മടക്കി അയക്കണം. ദൈവ കൃപ കൊണ്ട് പൊതിയണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കുള്ളിൽ മറക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ.